ഹലോ, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ ആർക്കും അല്ല, എൻ്റെ ഉമ്മച്ചിക്ക് തന്നെയാണ്. കാരണം ഇന്ന് എൻ്റെ ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, ഉമ്മച്ചിക്ക് അങ്ങനെ കേക്കൊക്കെ മേടിച്ച് കൊടുക്കാനുള്ള അത്ര ബഡ്ജറ്റൊന്നുമില്ല. പക്ഷെ ഉമ്മച്ചി കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് മേടിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാനത് ഓൾറെഡി ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയി മേടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനും ഉപ്പച്ചിയും കൂടെ, ഞാൻ എപ്പം എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഉപ്പച്ചിക്ക് എന്താ പറയുക, ഒന്നും ആലോചിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആലോചിക്കാതെ ആൾ ചാടി കയറി പുറപ്പെടും. അതിന് പറ്റിയൊരു ഉപ്പച്ചിനെയും കിട്ടിയിരിക്കണം എനിക്ക്. അങ്ങനെ ഞാനും ഉപ്പച്ചിയും കൂടെ ആണ് പോയത് അത് മേടിക്കാൻ വേണ്ടിയിട്ട്. ലേറ്റ് ആയിക്കിട്ട് പോയപ്പോൾ ഒരു ഏകദേശം ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് പോയത്. ഭയങ്കര സ്പീഡിലാണ് ഇപ്പച്ചി വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നോമ്പുണ്ട്, ഞാൻ നോമ്പെടുത്തിട്ടാണ് ഇത് മേടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തിരിച്ചെത്തും വേണം. അപ്പോൾ ഇപ്പച്ചിൻ്റെ വക ഒരു ചോക്ലേറ്റൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ പിന്നെ വേൾഡ് വാർ നടക്കുമല്ലോ. അപ്പോൾ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് ഇപ്പച്ചി ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നോമ്പൊക്കെ പിറന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ, ഈ ഒരു സർപ്രൈസ്. അങ്ങനെ നമ്മളെ സർപ്രൈസ് പൊട്ടിച്ചപ്പോൾ തന്നെ ഉമ്മച്ചിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം. കുറേ കാലം മുന്നേ പറഞ്ഞതാണ് ഉമ്മച്ചി പിസ്സ കഴിക്കണം എന്ന് ഭയങ്കര പൂതി വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ആ ഒരു പൂതി ഇന്ന് അങ്ങോട്ട് തീർത്ത് കൊടുക്കാൻ വിചാരിച്ച്. ഇത് എങ്ങനെയാണ് അത്ര അതൊന്നും എനിക്കും അറിയില്ല, പിസ്സൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ കേക്കും കാര്യങ്ങളൊന്നും, അതിപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെയൊക്കെ അമ്മമ്മൻ്റെ ബർത്ത്ഡേൻ്റെ അന്നൊക്കെ നമ്മൾ കുറേ കേക്കൊക്കെ കഴിച്ച് മടുത്തതാണ്. അത് കാരണം ഞാൻ പിന്നെ കേക്കിന് നിന്നില്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കുടിച്ച് ആ ചായൻ്റെ കൂടെ ഞാനും ഒരു പിസ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പച്ചി പരിപ്പുവടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പച്ചി ചോക്ലേറ്റ് കൊടുന്നെടുത്തത്. പിന്നെ എന്താ പറയുക, അങ്ങനെ പുറമേ ഭയങ്കര അങ്ങനെ റൊമാൻറ്റിക് ഒന്നും കാണിക്കില്ല, പക്ഷെ ഉള്ളിലുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ മുട്ടായി കണ്ടപാട് എൻ്റെ മോൻ ഫ്ലാറ്റായി. പിന്നെ എനിക്ക് വരെ കിട്ടിയിട്ടില്ല തിന്നാൻ, അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന് ഗൈസ്. എങ്ങനെ ഇരിക്കണേ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ സർപ്രൈസസൊക്കെ കൊടുത്തു നോക്കുക എനിക്കിഷ്ടമുള്ളവർക്ക്. ബൈ.